What the dog doing? ഹേ ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ ഒരു 20 ആകുമ്പോൾ ഞാൻ എണീച്ചു. എന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ സ്കിൻ കെയർ ചെയ്യാറുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ ഇന്ന് നമുക്കൊന്ന് പ്രൊഡക്റ്റീവായിട്ട് അതൊക്കെ ചെയ്ത് കളയാം. പിന്നെ വീഡിയോ എടുക്കുകയും ഇവിടെ ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് എൻ്റെ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാനൊന്ന് ചിത്രം വരയ്ക്കാൻ ഇരുന്നതിൻ്റെ പവറാണ് നിങ്ങൾ കാണുന്നത്. ഇതെൻ്റെ അനിയത്തിൻ്റെ ഡെസ്ക്കാണ്, മറ്റേത് എൻ്റെതാണ്. ഞാനൊരു 2 മാസത്തേക്ക് ഒന്ന് അവളോട് ചോദിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഉപയോഗിച്ചോട്ടെ. പക്ഷേ ഇപ്പോൾ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. വന്നാൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ചീത്ത കേൾക്കും. കാരണം ആ കോലത്തിലാണ് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ളത്. 2 ഡെസ്കിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ മൊത്തം എൻ്റേതാണ്. പിന്നെ ഒന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത് ഓൾറെഡി കഴിഞ്ഞല്ലോ അല്ലേ. അടുത്ത അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? അതൊക്കെ ഒന്ന് പറയൂട്ടോ. എല്ലാം ഇങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്ക് നമ്മളുടെ ഡെസ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ്. പിന്നെ നമുക്കൊരു കോഫി കുടിക്കാം. ഇന്ന് വെറൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസാണ്. ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് സേമിയ വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. ആരും പേടിക്കണ്ട, ഞാൻ കുറച്ച് ASMR പിടിച്ചതാണ്. ഞാനിതിൽ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നില്ല. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് നൂഡിൽസ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുരുമുളകും ചിക്കൻ സ്റ്റോക്കൊക്കെയാണ് ഇടുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇടുന്നുണ്ട്. ചെറുതായിട്ടെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇയാളെ കണ്ടത്. അപ്പോൾ അയാളെയും കൂടി ഒന്ന് നോക്കിയിരുന്നു. അധിക വീഡിയോയിൽ ഞാൻ ഇയാളെ ഇങ്ങനെ വെറുപ്പിക്കാറുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയത്തി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അത് അവൾക്കും അറിയത്തില്ല. ബ്രെഡും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച പോലെ അല്ല, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കട്ടിയായിപ്പോയോ എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിങ്കോ കിട്ടി. സത്യം പറയാൻ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് പോയി കുളിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ കാലത്തിന് ശേഷം വരച്ചൊരു ചിത്രമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ചിത്രം വരച്ചിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്.
അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ചിത്രം വരയ്ക്കാൻ തന്നെയാണ്. ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് നിന്നും ഇരുന്നും ഒക്കെയാണ് കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 3 കൊല്ലം കഴിയാനായി. അതായത് ഞാൻ 2023 മെയ് 16 ഈ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് ഈ ചാനലിന് മുമ്പ് എനിക്ക് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 293 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് 385 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അത്രയും വീഡിയോ ഇടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഒരു ഗ്രോത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും വീഡിയോ നിർത്തണം എന്നിങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ എന്തോ എനിക്കങ്ങനെ തോന്നാറില്ല. ചിലപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലായതുകൊണ്ടായിരിക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നാവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അത് ചെയ്താൽ റെഡി ആവുമായിരിക്കും. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുമെന്നൊന്നും പറയാറില്ല. പക്ഷേ എന്തോ ഇപ്പം അങ്ങനെ പറയണമെന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊന്ന് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നതിൽ നിന്ന് അഭിപ്രായം കൂടെ പറയണം കേട്ടോ. പിന്നെ ഇതിനൊരു പൂർണ്ണ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. കുറച്ചധികം സമയം എടുത്തു. ഒരു രാത്രിയൊക്കെ ആവാനായി. പിന്നെ നമുക്ക് മുളകിട്ട പച്ചമാങ്ങ ജ്യൂസ് നമ്മുടെ സഹോദരിയുടെ വക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുടിച്ച് പിന്നെ ഒരു ചിത്രം കൂടെ വരച്ച് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബായ്.